സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മൾ ഇതുപോലൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് എത്ര നാളായല്ലേ മീരേച്ചി? പണ്ട് നമ്മൾ ആ റിസോർട്ടിൽ പോയതുപോലെ എവിടെയെങ്കിലും പോവാനും ഒന്ന് അടിച്ചു പൊളിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നും കൊതി തോന്നുന്നുണ്ടല്ലേ? റിസോർട്ടൊന്നും വേണ്ട, നമുക്ക് നല്ല ഗംഭീരായിട്ട് വീട്ടിൽ തന്നെ ആഘോഷിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലേ വരാൻ പോകുന്നത്. ന്യൂ ഇയർ. ലെറ്റ് us have a blast. എങ്ങനെയുണ്ട് ഐഡിയ? കലക്കി അല്ലേ പ്രീതി? എന്റെ അഭിപ്രായത്തിൽ അത്ര കലങ്ങിയില്ല. അതെന്താ? വീടെന്ന് പറഞ്ഞാ ആകെ നമ്മൾ അത്ര പേരല്ലേ കാണൂ, അതിലെന്ത് രസമുള്ളത്? ഞാൻ വേറൊരു കിടിലൻ ഐഡിയ പറയാം. കമോൺ, കേൾക്കട്ടെ. ഇത്തവണത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ വീട്ടിലും റിസോർട്ടിലും ഒന്നുമല്ല, പിന്നെ അച്ഛന്റെ ഓഫീസില്. ഓ സോറി, ഇപ്പൊ അച്ഛന്റെ ഓഫീസ് മാത്രല്ലല്ലോ, അച്ഛന്റെയും മീരേച്ചിയുടെ ഓഫീസ് എന്ന് പറയണം. എങ്ങനെയുണ്ട് ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷേ പൂച്ചയ്ക്ക് ആര് മണി കേട്ടും? പൂച്ചയോ? എടി പൊട്ടത്തി, അച്ഛനെ ആര് പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന്? ഓ അതായിരുന്നോ? പൂച്ചയ്ക്ക് എപ്പോഴും മണി കെട്ടുന്ന ആള് തന്നെ. ആര്? ഞാനോ? അയ്യടാ, പൂച്ചയെ മണിയടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇക്കാര്യം നമ്മുടെ പതിവ് റൂട്ടിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണം, അമ്മയെ കൊണ്ട്. അല്ലേ മീരേച്ചി? ആ അതെ, അതാ നല്ലത്. ഏയ്, അതൊന്നും ശരിയാവില്ല മുനെ. അതെന്താ ശരിയാവാത്തത്? അതിനുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇതുവരെ ഓഫീസിലില്ല മുന. നിനക്കറിയാവുന്നല്ലേ അത്? അച്ഛാ, അതൊക്കെ ഇപ്പൊ എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും നടക്കുന്നതാ. അത് നമ്മുടെ കമ്പനിയുടെ പ്രൊഫൈല് ഒന്നുകൂടി നന്നാക്കുള്ളൂ. വലിയ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ കമ്പനി അപ്ഗ്രേഡ് ചെയ്യാനല്ലേ പ്രീതിയെ ദേവേട്ടൻ മലേഷ്യയിലൊക്കെ വിട്ട് പഠിപ്പിച്ചത്. എന്നിട്ടിപ്പോ അവൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോ എന്തിനാ എതിര് നിൽക്കുന്നത്? ശരിയാണ് സർ, ഇങ്ങനൊരു ഫംഗ്ഷൻ നടന്ന കമ്പനിക്ക് അതൊരു മൈലേജ് തന്നെയാ. നമ്മുടെ പ്രധാനപ്പെട്ട ക്ലയൻസിനെയും അവരുടെ ഫാമിലിയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് നമുക്കൊന്ന് സന്തോഷിപ്പിച്ച് വിടാനും പറ്റും. പ്ലീസ് അച്ഛാ, ഇതിനേക്കാളും നല്ലൊരു തുടക്കം ഈ ന്യൂ ഇയറിന് ഇനി ഉണ്ടാവില്ല. അല്ലാതെ തന്നെ 100 കൂട്ടം തിരക്കില്ല ഞാൻ. അതിൻ്റെ കൂടെ ഇനിയും അച്ഛനെ ഞങ്ങൾ ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കില്ല. എല്ലാ അറേഞ്ച്മെന്റ്സും ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. ശരി, എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ബട്ട് വൺ കണ്ടീഷൻ. ആ രാജേശ്വരി അശ്രീകര പിടിച്ചവളും ഈ ആഘോഷത്തിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല. ദേവേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ ആഘോഷമല്ലേ ദേവേട്ട? ഞങ്ങളും കൂടി ഒന്ന് വന്നു പോയിന്ന് വെച്ച് എന്ത് നഷ്ടം വരാനാ ദേവേട്ട? രാത്രിയിൽ ഈ ആഘോഷ പരിപാടികളിലൊന്നും അമ്മ എന്തായാലും വരാൻ പോകുന്നില്ല. അമ്മയെ അവിടെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തിയിട്ട് പോകണ്ടെന്ന് കൂടി കരുതിയ ഞാൻ അങ്ങനെ പറഞ്ഞേ. ആ, ഇതുപോലത്തെ ആഘോഷങ്ങളൊന്നും നാട്ടും പുറത്ത് കേട്ടുകേൾവിയുള്ള കാര്യങ്ങളല്ല. വരുന്നതിനും കാണുന്നതിനും ഒക്കെ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉള്ളതുകൊണ്ടാ ഞാൻ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ ഒഴിവായിക്കോളാം. പക്ഷേ നീരമോളെ ഒഴിവാക്കാൻ നോക്കരുത് യമുനെ. അവളുടെ അമ്മയുടെ പേരിലുള്ള കമ്പനിയാ. അത് മാത്രമല്ല, ആ കമ്പനിയിൽ ഒരു സ്ഥാനത്തിരുത്തി അവളെ നിങ്ങൾ ഒഴിവാക്കിയ അത് രാധികേച്ചിയോട് ചെയ്യുന്ന അന്യായമായിരിക്കും. ദേവേട്ട, രാജേശ്വരിക്ക് നമ്മുടെ ന്യൂ ഇയർ ഫംഗ്ഷന് വരണമെന്നും എൻജോയ് ചെയ്യണമെന്നും ഒക്കെ ഒത്തിരി താല്പര്യമുണ്ട്. അതുകൊണ്ട് അവളത് തുറന്നു പറഞ്ഞതല്ലേ. നമ്മൾ കൂടെ കൂട്ടാതിരുന്ന അത് ക്രൂരതയായി പോവില്ലേ?
സാരമില്ല ദേവേട്ട, വന്നോട്ടെ. നീ ഇങ്ങനെ കെഞ്ചി പറഞ്ഞ ഞാൻ എതിർക്കില്ല. അത് നിനക്ക് നന്നായിട്ട് അറിയാം. അത് അറിഞ്ഞു വെച്ചിട്ടാ നീ എന്നെ മുതലെടുക്കുന്നത്. അല്ല ദേവേട്ട, ആരെങ്കിലും അങ്ങനെ അറിഞ്ഞുകൊണ്ട് മനസ്സ് വിഷമിപ്പിച്ച... ശരി, എന്താന്ന് വെച്ചാൽ അയക്കൂ. അതല്ലേ നിനക്ക് കേൾക്കണ്ടേ? അത് ഞാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവനെ ഞാൻ മറ്റവിടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല. അവിടെ അമ്മയുടെ കമ്പനിയുടെ അവകാശവും പറഞ്ഞ് അവൾ ബോർഡ് മെമ്പർ ആയിക്കോട്ടെ. പക്ഷേ ഈ ആഘോഷത്തില് അവൾ എന്തായാലും വേണ്ട. അതാ എന്റെ തീരുമാനം. ചക്കിന് വെച്ചത് കൊക്കിനാണല്ലോ കൊണ്ടത്. അമ്മ വായിലെ വെള്ളം പറ്റിച്ച് ഇത്രയും പറഞ്ഞിട്ട് അതിന്റെ ഗുണം കിട്ടിയതൊക്കെ ചിറ്റയ്ക്കായി പോയല്ലോ. അവര് വന്നില്ലെങ്കിലും വേണ്ട, നമുക്ക് വേണ്ടത് മീരേച്ചിയായിരുന്നു. ദേവേട്ടൻ രണ്ടാളെയും വരാൻ സമ്മതിക്കുമെന്നാ ഞാൻ കരുതിയത്. ഇനിയിപ്പോ രാജേശ്വരിയെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ ടെൻഷൻ ആവണ്ട, വരട്ടെ, സമയമുണ്ടല്ലോ. ഒരു വഴി നമുക്ക് കണ്ടെത്താം. മീര ഫംഗ്ഷൻ ഉണ്ടാവും, അവളെയും കൂടെ കൂട്ടാൻ എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടെത്താന്നേ. ധൈര്യമായിട്ടിരിക്കേ. Good evening, sir. Good evening. Welcome, sir. Please come, sir. അറേഞ്ച്മെന്റ്സ് എല്ലാം ഓക്കെ അല്ലേ? Okay, sir. നമ്മുടെ മേജർ ക്ലയൻസ് എല്ലാം ഇൻവൈറ്റഡ് അല്ലേ? അതെ, sir. ആ, വാ മോളെ. Anything wrong, sir? ഏയ്, Please come, sir. എല്ലാവരും സാറിനെ കാത്തിരിക്കുക. മോളെ വാ. നമസ്കാരം. ആ, താങ്ക് യു. നൈസ് ടു മീറ്റ്. നീ എന്നെ തടഞ്ഞിട്ടാ മീരെ. അല്ലായിരുന്നെങ്കിൽ ഊഷ്മളമായ ആ സ്വീകരണം നിന്റെ അച്ഛനൊപ്പം നിന്ന് ഇപ്പൊ നീ ആയിരുന്നു എന്നെ ഏറ്റുവാങ്ങുന്നത്. വാ മോളെ. ഹായ്. ഗുഡ് ഈവനിങ് എവരിബഡി. രാധിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന പ്രസ്റ്റീജിയസ് സ്ഥാപനത്തിന്റെ ബ്ലാസ്റ്റ് ആൻഡ് DJ നൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുവർഷത്തിന്റെ ഈ ആഘോഷ തിമിർപ്പിന് കൂടുതൽ മിഴിവേകാൻ നമ്മളോടൊപ്പം ചേരാൻ ഒരു ചീഫ് ഗസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്.
മറ്റാരുമല്ല, സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന തിങ്കൾ കലമാൻ എന്ന പരമ്പരയിലെ കീർത്തി എന്ന കഥാപാത്രത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഹരമായി മാറിയ ഹരിതാജി. ഹായ്. വെൽക്കം. Please. വരൂ. ഹലോ, സ്വപ്ന. സ്വപ്ന പത്മനാഭൻ. തമ്മിൽ കാണാനും പരിചയപ്പെടാനും സമയമായി രാജേശ്വരി. ഞാൻ പുറത്തുണ്ട്. മോളെ, അമ്മ ഇപ്പൊ വരാട്ടോ. രാധിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ ഒറ്റയാൾ പട്ടാളമായി നയിച്ച് ഇന്നത്തെ ഈ പ്രൗഢിയിൽ കൊണ്ടെത്തിച്ച അതിന്റെ സാരഥി MD ശ്രീ GK മഹാദേവൻ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി ക്ഷണിക്കുന്നു. സ്വപ്ന. യെസ്, നമ്മൾ വളരെ പണ്ടേ പരിചയപ്പെടേണ്ടവരായിരുന്നു. എങ്കിൽ മഹാദേവൻ ഒരിക്കലും ഇന്നീ പ്രതാപത്തിൽ ഇവിടെ നിൽക്കില്ലായിരുന്നു. അല്ല, എങ്കിൽ അയാൾ ഇന്ന് ഈ ഭൂമിയിലെ കാണില്ലായിരുന്നു. രാധിക ഗ്രൂപ്പ് ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയായി തുടക്കം കുറിച്ചത് മുതൽ ഇന്നത് ഇന്റർനാഷണലി പോലും മോസ്റ്റ് ഡിമാൻഡിംഗ് ഫേമായി വളർന്നതിന് കൂടെ നിന്ന എല്ലാവർക്കും ഞാൻ ഈ ആഘോഷ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനിയും വൈകിയിട്ടില്ല. ചെയ്തു കൂട്ടിയ പാവങ്ങൾക്കുള്ള ശിക്ഷ ദേവൻ ഈ നിമിഷം മുതല് അനുഭവിച്ചു തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. എനിക്ക് കാണേണ്ടത് ദേവന്റെ മരണമാ. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അയാൾ അർഹിക്കുന്നില്ല. എനിക്ക് കാണേണ്ടത് ആ മരണത്തിന് മുൻപുള്ള അയാളുടെ പതനമാണ് രാജേശ്വരി. അയാളുടെ മുഖം മൂടികളും പുറം മൂടികളും പിച്ചി ചീന്തി എറിയണം. ഒരു കുറ്റവാളി എന്നതിൽ കവിഞ്ഞ ഒരു വിശേഷണവും താൻ അർഹിക്കുന്നില്ലെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. ഇന്നീ പുതുവർഷം തുടങ്ങുമ്പോ നമ്മുടെ ലക്ഷ്യം നമ്മൾ നേടിയിരിക്കും. അതിനു വേണ്ടതെല്ലാം ഞാൻ കരുതി തന്നെ വന്നത്. ശരി, വാ, നമുക്ക് അകത്തേക്ക് പോവാം. വേണ്ട, മഹാദേവനോ കുടുംബമോ എന്നെ കണ്ട പദ്ധതികളെല്ലാം പൊളിയും. എനിക്ക് പകരം കാര്യങ്ങൾ ചെയ്യാൻ അകത്ത് നീയുണ്ടല്ലോ. പക്ഷേ ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാം, സമയമാവുമ്പോ എല്ലാം ഒന്നൊന്നായി ഞാൻ പറയാം. ഫോണിലെ വീഡിയോ കോള് ഓണാക്കിയിട്ടിരുന്നാ മതി. എന്നാ ചെല്ല്.
രാധിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തിയ നമ്മുടെ സെലിബ്രിറ്റി ചീഫ് ഗസ്റ്റിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ്. നമ്മുടെ സെലിബ്രിറ്റി ചീഫ് ഗസ്റ്റായ മിസ് ഹരിതയെ പൊന്നാടി അണിയിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുവാൻ ഈ സ്ഥാപനത്തിന്റെ ഭാവി വാഗ്ദാനവും ചെയർപേഴ്സണുമായ ഒരാളെയാണ്. നൺ അതർ ദാൻ വൺ ആൻഡ് ഓൺലി മൈ ഡോട്ടർ, എന്റെ ഒരേ ഒരു മകൻ, മൈ പ്രിൻസസ് പ്രീതി മഹാദേവൻ. പ്ലീസ് കം ഓൺ ദ സ്റ്റേജ്. വാ മോളെ. Come on, പ്രീതി. ചെല്ലു പ്രീതി, പോകാതിരുന്നാൽ എങ്ങനെയാ? ചെല്ല്. ഹലോ. ഹായ്. Please, Preeti. വാ മോളെ. ഓക്കെ. ഇനി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ ഹരിത മാഡത്തിന്റെയാണ്. പ്ലീസ് മാം, 2 വാക്ക്. ഓക്കെ, താങ്ക് യു. ദേവന്റെ മുഖം മൂടി അഴിച്ചെറിയണം. അയാൾ ഒരു കുറ്റവാളിയെ പോലെ ഈ നിറഞ്ഞ സദസ്സിന് മുന്നിൽ നിൽക്കണം. അതായിരുന്നില്ല നിന്റെ ആവശ്യവും. അതെ, എങ്കിൽ ആദ്യത്തെ പ്രഹരം ഏൽപ്പിക്കാനുള്ള അവസരം ഇതാ രാജേശ്വരി. ചെല്ല്. മഹാദേവൻ പറഞ്ഞത് നുണയാണെന്നും അയാളുടെ മൂത്ത മകൾ മീരയാണെന്നും അതേ വേദിയിൽ അതേ മൈക്കിലൂടെ എല്ലാവരോടും വിളിച്ചു പറയേ. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. പ്ലീസ് കണ്ടിന്യൂ ടു ബ്ലെസ് മീ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആരാണെന്നാവും നിങ്ങൾ എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക. എനിക്കറിയാം. ഞാൻ രാധിക ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു കാലത്തെ ചെയർപേഴ്സൺ ആയിരുന്ന രാധിക മഹാദേവന്റെ ഒരേ ഒരു അനുജത്തി രാജേശ്വരി. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ഞാൻ ഈ വേദിയിൽ കയറി മൈക്കൊക്കെ എടുത്ത് പ്രസംഗിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. അത് വലിയൊരു സത്യം വെളിപ്പെടുത്താനാണ്. എന്റെ മരിച്ചുപോയ ചേച്ചിയോടും ആ ചേച്ചിയുടെ മകളോടുമുള്ള എന്റെ കടമയാണ് എന്നെ കൊണ്ടിത് ചെയ്യിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ MD ശ്രീ മഹാദേവൻ അല്പം മുമ്പ് നിങ്ങളോട് പറഞ്ഞതൊന്നും അല്ല സത്യം. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകൾ പ്രീതിയല്ല, മഹാദേവന്റെ മൂത്ത മകൾ
എന്റെ രാധികേച്ചിയുടെ മകളായ മീരയാണ്. മീര മഹാദേവൻ. അവളെക്കുറിച്ച് നിങ്ങളാരും ഒരുപക്ഷെ ഇന്ന് വരെ കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവില്ല. കാരണം അവളെ അവളുടെ അച്ഛൻ ഇന്ന് വരെ മകളായി അംഗീകരിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. കരുണയോടെ ദേവേട്ടൻ അവളോടൊന്ന് പെരുമാറിയിട്ട് പോലുമില്ല. സ്വന്തം വീട്ടിനുള്ളിൽ അച്ഛന്റെ കൺവെട്ടത്ത് പോലും വരാൻ അനുവാദമില്ലാതെ കഴിയേണ്ടി വരുന്ന അവൾക്ക് സ്വന്തം അമ്മയായ രാധികേച്ചിയുടെ പേരിലുള്ള ഈ കമ്പനിയിൽ പോലും അവകാശം നിഷേധിച്ചിരിക്കുക ദേവേട്ടൻ. ചിറ്റേ, ചിറ്റേ, ആ മയക്കുന്നത് മോളെ, മോള് മാറി നിന്നേ. ഇന്ന് എനിക്കെല്ലാം തുറന്നു പറയണം. ചിറ്റേ, മയക്ക് തരാൻ. മോളെ, ഞാനാണ് മീര, മീര മഹാദേവൻ. എന്റെ അമ്മ മരിച്ചതിന് ശേഷം എന്നോടുള്ള സ്നേഹം മൂത്ത് ഭ്രാന്തായി പോയ ഒരാളാണ് രാജേശ്വരി ചിറ്റ. എല്ലാവരും ചിറ്റയോട് പൊറുക്കണം. ചിറ്റ പറഞ്ഞതൊന്നും സത്യമായിരുന്നില്ല. എന്റെ അച്ഛൻ ഒരിക്കലും അത്ര ക്രൂരനായ ഒരാളല്ലെന്ന് ഈ ഓഫീസിലുള്ള നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ അറിയുന്നത്? അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഹാളിലെ കാണില്ലായിരുന്നു. പ്രീതി എന്നെ അച്ഛനെന്നും ഒരുപോലെ സ്നേഹിച്ചിട്ടുള്ളൂ. ഓഫീസിലേക്ക് വരാതെ വീട്ടിനുള്ളിൽ തന്നെ ഞാൻ ഒതുങ്ങിക്കൂടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ മാത്രം തീരുമാനമായിരുന്നു. ഈ ലോകത്തെ ഏറ്റവും നല്ല അച്ഛനായ എന്റെ അച്ഛൻ. And I love him so much. മീര നമ്മുടെ പ്ലാനുകളൊക്കെ പൊളിച്ചടുക്കി കളഞ്ഞു. അവള് രാജേശ്വരിയുടെ വരുതിയിലാണെന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിച്ചല്ലേ ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തത്. മറ്റെന്തോ അവളെ സഹിക്കും സ്വപ്നെ. എന്തിനും അവൾ എന്റെ കൂടെ നിൽക്കും. പക്ഷേ അവളുടെ അച്ഛനൊരു കോട്ടം തട്ടുന്ന കാര്യം വന്നാ അതെനിക്കറിയാം. പക്ഷേ എന്റെ അടുത്ത പദ്ധതിയിൽ ദേവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിനി ഏത് മീര വിചാരിച്ചാലും. എല്ലാവരുടെ ഉന്മേഷ ഉഷാറും ഒക്കെ ഒന്ന് തണുത്തു പോയതുപോലെ ഉണ്ടല്ലോ. കമോൺ, ഇങ്ങനെ താങ്ങി തൂങ്ങി പുതുവർഷത്തെ വരവേറ്റാൽ അത് ശരിയാവില്ല. നഷ്ടപ്പെട്ട ഉണർവും ഉന്മേഷവും ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? അതിന് ഏറ്റവും പറ്റിയത് ഒരു ഡാൻസ് നമ്പർ തന്നെയാണ്. തീർന്നിട്ടില്ല. ആ ഡാൻസ് പെർഫോം ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ടേ? None other than our chief guest.
ஊறுதடி மாப்பிள்ள மாப்பிள்ள தோளோட ஆட வளர்ந்து வளர்ந்து அழக சுமந்து மினு மினுக்குதடி வெத்தலை வெத்தலை பாக்கோட கூட மருதாணி செவப்பு செவப்பு மகராணி சிரிப்பு சிரிப்பு மருதாணி செவப்பு செவப்பு மணமேட நனப்பு நனப்பு பொம்மி நடந்து வர கும்மி அட்டிங்க ஜொரா தாலி சூட போறா அம்மி மீதிக்க போறா அன்ப விதைக்க போறா தாய் வீட்டு சீரா ஏ தவுளு அடிக்க நாயன ஓடிக்க நேரம் நெருங்குதடி அச்சத அச்சத ஓ மேல தூவ விரட பிடிக்க விரத முடிக்க வரம் தெரிஞ்சுக்கடி அங்கன இங்கன நீ துள்ளி தாவ மருதாணி செவப்பு செவப்பு மகராணி சிரிப்பு சிரிப்பு மருதாணி செவப்பு செவப்பு மணமேட நனப்பு நனப்பு மருதாணி செவப்பு செவப்பு மகராணி சிரிப்பு சிரிப்பு மருதாணி செவப்பு செவப்பு மணமேட நனப்பு நனப்பு മീര എന്തു പറ്റി? ഈ ആഘോഷങ്ങളൊന്നും എനിക്കുള്ളതല്ല ഗൗതം. എത്ര പുതുവർഷം പിറന്നാലും എന്റെ വിധി ഒരു കാലത്ത് മാറാൻ പോകുന്നില്ല. നോ, യു ആർ റോങ്. താൻ ഈ പറയുന്ന വിധി ഇപ്പൊ തന്നെ മാറി തുടങ്ങിയില്ലേ? ഇന്ന് ദേവൻ സാറിന്റെ ഓഫീസിലെ എല്ലാ സ്റ്റാഫിനും മുന്നിൽ വെച്ച് ഞാനാണ് മീര മഹാദേവനെന്ന് മൈക്കിലൂടെ പറയാൻ തനിക്ക് കഴിഞ്ഞില്ലേ? ആലോചിച്ച് നോക്കടോ. ഇനിയും ഇനിയും താനായിട്ട് ഒതുങ്ങിക്കൂടേണ്ട കാര്യമില്ല മീര. താ വന്നേ, വാ വാ. ഇനി എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് എന്റെ ചേച്ചിയോട്. മീരച്ചി, പ്ലീസ് കം ടു സ്റ്റേജ് ആൻഡ് സിംഗ് എ സോങ് ഫോർ us. പ്രീതി, ദേവേട്ടാ പ്ലീസ്. വീടിനുള്ളിലെ പ്രശ്നം എന്തിനാ വെറുതെ നാട്ടുകാരെ അറിയിക്കുന്നത്? ആ രാജേശ്വരി വരുത്തി വെച്ച കേട് ഇങ്ങനെങ്കിലും അങ്ങ് മാറട്ടെ. മീരച്ചി, come on. ചെല്ലു മീര. ഇല്ല ഗൗതം. താനായിട്ട് പാവം പ്രീതി നാണം കെടുത്തരുത്. ചെല്ല് Come on. ചെല്ല്. ഇതാ. All the best, മീരച്ചി. ആനന്ദം
ഇനി അവിടെ ഒരു ഗെയിം ഷോ നടക്കും. ശരിക്കുള്ള ഗെയിം നടക്കാൻ പോകുന്നത് ആ ഗെയിമിനിടയ്ക്കാ രാജേശ്വരി. അതായിരിക്കും അവസാനത്തെ ഗെയിം. എനിക്ക് മനസ്സിലായില്ല. കാണാൻ പോകുന്ന പൂരമല്ലേ, പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ ഇത്? ഞാൻ പറഞ്ഞില്ലേ, കാണാൻ പോകുന്ന പൂരം ആ പൂരത്തിനുള്ള വെടിമരുന്ന. നീ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താ മതി. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? അതിന്റെ നടുവില് കേൾക്കാൻ പറ്റും. ശരി ശരി, ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. ഇതുപോലൊരു ബോള് സ്റ്റേജിന്റെ പിൻവശത്ത് കാണും. നീ അത് കണ്ടെത്തി എടുത്തു മാറ്റണം. പകരം ആരും അറിയാതെ ഇതവിടെ വയ്ക്കണം. അത്രയും മാത്രം ചെയ്താ മതി. അത് ഞാൻ ഏറ്റു. കെയർഫുൾ. അടുത്തതായി ഒരു ഗെയിം ഷോയാണ്. സ്വപ്ന എങ്ങനെ ഇതൊക്കെ കൃത്യമായി അറിഞ്ഞു? ഞാൻ അറിയാതെ ഈ ഓഫീസിനകത്ത് ഒന്നും നടക്കില്ല രാജേശ്വരി. പക്ഷേ പാവം ദേവന് മാത്രം അതിപ്പോഴും അറിയില്ല. ഈ കളിയുടെ റൂൾസ് എന്താന്ന് ഞാൻ പറയാം. വളരെ സിമ്പിളാ. മ്യൂസിക്കൽ ചെയർ പോലെ മ്യൂസിക് ആരംഭിക്കുമ്പോ കയ്യിലിരിക്കുന്ന ഈ ബോൾ കൈമാറണം. മ്യൂസിക് നിൽക്കുമ്പോ ബോൾ ആരുടെ കയ്യിലിരിക്കുന്നോ അവർ ഔട്ടാവും. ഔട്ടാവുന്നത് ബോള് കയ്യിലിരിക്കുന്ന ആള് മാത്രമല്ല, ആ പരിസരത്ത് നിൽക്കുന്ന എല്ലാവരുമായിരിക്കും. ഓക്കെ ദെൻ, പങ്കെടുക്കുന്ന എല്ലാവരും ഒന്ന് വട്ടത്തിൽ നിന്നേ. മേരേജി വന്നേ. അയ്യോ മോളെ, ഞാനില്ല. വരാൻ വാ. ദേവേട്ടാ, ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണോ കാണാൻ പോകുന്ന പൂരം എന്ന് പറഞ്ഞത്? എന്താ സംഭവം സ്വപ്നെ? നമ്മളെന്തിനാ ബോള് മാറ്റിവെച്ചത്? ഇപ്പൊ അവരെല്ലാം കയ്യിലെടുത്ത് വെച്ച് കളിക്കുന്ന ബോളിനകത്ത് ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട് രാജേശ്വരി. അധികം താമസിക്കാതെ അത് പൊട്ടും.
മീര നീങ്ങ വന്നേ വന്നേ വാ. ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? സ്റ്റേജിന്റെ സൈഡിലുള്ള ടേബിളിന്റെ പുറത്ത് നിർത്തിയതാ. ഇപ്പോഴെങ്കിലും ഞാൻ അറിഞ്ഞതുകൊണ്ടാ എന്തോ ഭാഗ്യത്തിന് എനിക്ക് എന്റെ മീരയെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. രാജേശ്വരി വെറുതെ ഭയന്നു. അങ്ങനെ ഒന്നും പൊട്ടുന്ന ഒന്നല്ലത്. അതിന്റെ നിയന്ത്രണം മുഴുവൻ ദാ ഈ ഫോണിലാ. ആ ബോംബ് എപ്പോ പൊട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ ഇതിലൊന്ന് അമർത്തിയാൽ ദേവനും കുടുംബവും കത്തിച്ചാമ്പലാവും. അറ്റൻഷൻ പ്ലീസ് എവരിവൺ. അല്പം കൂടി കഴിഞ്ഞാൽ നമ്മൾ പുതുവർഷത്തെ വരവേൽക്കും. അതിനു മുൻപ് നമുക്ക് ഒരു സെറിമണി കൂടി ബാക്കിയുണ്ട്, കേക്ക് കട്ടി. അതിനായിട്ട് മഹാദേവൻ സാറിനെയും കുടുംബത്തെയും വേദിയിലേക്ക് ക്ഷണിക്കണം. സർ പ്ലീസ് കം. യമുന യമുന പ്രീതി ഇവിടെ. എല്ലാ വർഷവും എന്റെ ആദ്യത്തെ ന്യൂ ഇയർ വിഷ് അവക്കുള്ളതാ. അവൾ ഇത് എവിടെ പോയി കിടക്കുക? ഈ വർഷം നിങ്ങളുടെ ആദ്യത്തെ ആശംസ മീരയ്ക്കുള്ളതാ. ആരെങ്കിലും ഒന്ന് വന്നേ, ആരെങ്കിലും ഒന്ന് വരണേ. ഹലോ, രക്ഷിക്കണേ. ഈ ഡോറ് ലോക്കായി പോയി, ഒന്ന് തുറക്കോ, രക്ഷിക്കണേ. കൃത്യസമയത്ത് അവൾ ഇത് എവിടെ പോയി യമുന? ഹലോ ഹലോ, ആരെങ്കിലും ഒന്ന് വരണേ. ഹലോ, എന്തു പറ്റിയതാ? ഡോർ ലോക്കായതാ. താങ്ക് യു. ഓക്കെ. ആ ദേ വരുന്നുണ്ട് ഓടിക്കതച്ച്. മോളെ നീ എവിടെയായിരുന്നു? അത് അച്ഛാ, വാഷ്റൂമിന്റെ ഡോറ് ലോക്കായി പോയി. സൂക്ഷിക്കണ്ടേ? വാ അങ്ങോട്ടില്ല. ദേവേട്ടാ
ദേവേട്ട, മൂത്തവക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്. വന്നേ. ഇവക്ക് കൊടുക്ക് ദേവേട്ട. മൂത്തുമോക്ക് കൊടുക്കൂ സർ. കഴിക്കും മോളെ. ഒരു പുതുവത്സര സമ്മാനം ഒരുക്കട്ടെ. ആ, പേടിക്കണ്ട. ഇത് നിങ്ങൾ കൊണ്ടുവന്ന ബോംബല്ല, വേറൊരു ഒരു ബോൾ. ഹാപ്പി ന്യൂ ഇയർ മോളെ. ഹാപ്പി ന്യൂ ഇയർ അച്ഛാ. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയർ മിന. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ മീര. ഹാപ്പി ന്യൂ ഇയർ. മനസ്സിൽ മഴവിരലെഴുതും മാറിവില്ലിൻ ചേലാരു മധുരം മിഴിനിലവാൽ തരൂ. നനയും കനവിതളണിയും മേഘമഞ്ഞിൻ പൂവാരു കുറുകും കുളിരുമായി നീ വരൂ.